സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോമിന്റെ ഒളിച്ചുകളിക്ക് കൂടുതൽ തെളിവ്. ലീഡ് അംഗീകാരമുണ്ടെന്ന് ടീകോം തെറ്റിദ്ധരിപ്പിച്ചു. വെബ്സൈറ്റുകളിൽ ലീഡ് സർട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു, പിന്നീട് പിൻവലിച്ചു. പരിസ്ഥിതി സൗഹൃദമായ ഗ്രീൻ കെട്ടിടങ്ങൾക്കും ലീഡ് അംഗീകാരമുണ്ടെന്നാണ് തെറ്റിദ്ധരിപ്പിച്ചത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ടീകോം കരാർ ലംഘനങ്ങളെല്ലാം നടത്തി എന്നു മാത്രമല്ല, നിരവധി തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള പരസ്യങ്ങളുമാണ് അവരുടെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ചത്. മറ്റു വിവരങ്ങൾ? രോഹിണി, സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ടീകോമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു. ടീകോം ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള പദ്ധതിയിൽ നിന്ന് പിന്മാറ്റം, പദ്ധതികളിൽ താല്പര്യം കാണിക്കാതിരിക്കുക അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ടീകോമിന്റെ ഇത്തരത്തിലുള്ള ഒളിച്ചുകളിൽ കൂടി പുറത്തു വരുന്നത്. കാരണം ലീഡ് അംഗീകാരമുണ്ടെന്നാണ് ടീകോം തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. വെബ്സൈറ്റുകളിൽ ലീഡ് സർട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അത് പിന്നീട് പിൻവലിക്കുകയായിരുന്നു. പരിസ്ഥിതി സൗഹൃദമായ ഗ്രീൻ കെട്ടിടങ്ങൾക്കുള്ള ലീഡ് അംഗീകാരമുണ്ടെന്നാണ് തെറ്റിദ്ധരിപ്പിച്ചത്. സ്മാർട്ട് സിറ്റിയുടെയും ഒപ്പം തന്നെ KSIDCയുടെയും എല്ലാം വെബ്സൈറ്റുകളിൽ ലീഡ് സർട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ലീഡ് സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച് വിവരാവകാശ മറുപടിക്ക് പിന്നാലെയായിരുന്നു വെബ്സൈറ്റുകളിൽ വിവരങ്ങൾ പിൻവലിച്ചത്. ഈ ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് കൃത്യമായി മറുപടി നൽകേണ്ടി വരുമെന്ന ഘട്ടത്തിൽ മാത്രമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരമൊരു വിവരം വെബ്സൈറ്റുകളിൽ നിന്ന് പിൻവലിക്കാൻ തയ്യാറാവുകയും ചെയ്തത്. ഉയർന്ന ഗുണനിലവാരമുള്ളതും ഒപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദവുമായ കെട്ടിടങ്ങൾക്കാണ് ലീഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. പ്ലാറ്റിനം സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നായിരുന്നു ടീകോമിന്റെ അവകാശവാദം. അത് ഇത്തരത്തിൽ ലീഡ് സർട്ടിഫിക്കറ്റുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സർട്ടിഫിക്കറ്റാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റാണ് പ്ലാറ്റിനം സർട്ടിഫിക്കറ്റ്. അത് തന്നെ ഉണ്ട് എന്നൊരു അവകാശവാദമായിരുന്നു ടീകോം ഉന്നയിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഇവരുടെ വെബ്സൈറ്റുകളിൽ ഇക്കാര്യം പ്രസിദ്ധപ്പെടുത്തി ലീഡ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അറിയില്ലെന്നാണ്. എന്നാൽ 2021 വിവരാവകാശ ചോദ്യത്തിന് KSIDC നൽകിയിരിക്കുന്ന മറുപടി, യുഎസിലെ ഈ ഗ്രീൻ ബിസിനസ് സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷനെ ബന്ധപ്പെട്ടപ്പോൾ അപേക്ഷ പോലും നൽകിയിട്ടില്ല എന്നൊരു മറുപടിയും ഇക്കാര്യത്തിൽ ലഭിച്ചു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി ടീകോം ഉൾപ്പെടുത്തിയതിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഈ വിവരാവകാശ രേഖയിലൂടെ പുറത്തുവരികയും ചെയ്യുന്നത്. നിലവിൽ 1 ലക്ഷത്തോളം കമ്പനികളാണ് ലീഡ് സർട്ടിഫിക്കേഷനായി കാത്തിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ലഭിക്കാതെ തന്നെ ആ സർട്ടിഫിക്കേഷൻ ലഭിച്ചു എന്ന ഒരു പ്രചാരണം ടീകോം നടത്തുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാരിന്റെ കൂടുതൽ വീഴ്ചകൾ വ്യക്തമായിരുന്നു. പദ്ധതി പൂർത്തിയാക്കുന്നതിന് ടീകോമിന് സമയപരിധി സർക്കാർ നിശ്ചയിക്കാത്തതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം ഒപ്പമാണ് ടീകോമിന്റെ ഭാഗത്തു നിന്നും ഉള്ള വീഴ്ചകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.